നശിപ്പിച്ചവർക്കെതിരെ ആക്ഷൻ എടുക്കുക. ഇനി മുതൽ ഇവിടെ ആരും ആരുടെയും പോസ്റ്റർ കീറുന്നതല്ല. ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടിരിക്കും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് സാർ. ആ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് ഓരായിക്കോളില്ലേനോ. ഇതിപ്പോ രാത്രി ഉറക്കം ഇനി മനുഷ്യൻ മെനക്കെടുത്താൻ. അവന്മാരുടെ ഉത്തരവാദിത്വമൊക്കെ കണക്കാ. ഈ പോസ്റ്ററിന്റെ പേരിലേ പിള്ളേരെ തമ്മിൽ തല്ലി തലകീറിയാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? എവിടെ സാറേ? പിള്ളേരെ വെറുതെ കുറ്റം പറയാട്ടോ. പശുത പോസ്റ്റർ തിന്ന പശു. പോസ്റ്റർ തിന്നുന്ന പശു? നിങ്ങളുടെ പോസ്റ്റർ കീറിയിരുന്നത് മറ്റാരുമല്ല, ഈ പശുവാണ്. സംശയമുണ്ടെങ്കിൽ നമ്മുടെ രാജനോട് ചോദിച്ചോളൂ. സാർ അമ്മയാണ് സത്യം. ഞാനും പ്രിൻസിപ്പൽ സാർ ഇന്നലെ രാത്രി ഉറക്കം പിടിച്ച. വെരി ട്രൂ. എല്ലാവർക്കും ബോധ്യമായല്ലോ. മേലിൽ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ ആരും കയറെടുക്കരുത്. എന്താ വെറ്ററി കോളേജ് ആയോ? ഇവിടെ പശുവിനെ പഠിപ്പിക്കണ്ട മാഷെ? എവിടുന്നോ വഴിതെറ്റിയൊരു പശു. അത് പാവം വിശന്നത് കൊണ്ട് ആ പോസ്റ്റർ കീർത്തുന്നത്. മൊയ്തൊരു കാര്യം ചെയ്യും, വല്ലതും വയറ് നിറയെ കൊടുത്ത് അതിനഴിച്ചു വിട്ടേക്ക്. അത് നമ്മളേറ്റ്. പക്ഷേ പശുവിന്റെ പുല്ലിന് മുണ്ണാക്കിന്റെ പൈസ ജയമാഷ അക്കൗണ്ടിൽ എഴുതും ഞാൻ. അതെ, വലത് കാല് വെച്ച് കോളേജിലേക്ക് വന്ന പശുവാ ഐശ്വര്യ. അതിൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടരുത്. ഇങ്ങനെ കോമാത കോമാത എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. കോമാതയല്ല, ഗോമാതാവ്. അതെന്തെങ്കിലും ആവട്ടെ, അതിൽ ഉടമസ്ഥൻ തെരഞ്ഞു വരുന്നത് വരെ അതുപോലൊക്കെ തന്നെ അലിഞ്ഞ് നടക്കട്ടെ, അല്ലേ? അതല്ലേ? അപ്പൊ ഇനി പശുവിന്റെ ചാർജ് മൊയ്തുവിന്. അത് നമ്മളേറ്റ്. രാജാ, പശുവിനെ പിടിച്ചോ. ഗോമാത അങ്ങോട്ട് തിരിച്ചോ. കേട്ടോ മാഷേ, കാര്യങ്ങൾ ഇങ്ങനെ മംഗളമായി അവസാനിച്ച സ്ഥിതിക്ക് ആ നിഖിലിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഇന്ന് തന്നെ ഞാൻ മാനേജ്മെന്റിനോട് ശുപാർശ ചെയ്യുന്നതാണ്. വെരി ഗുഡ്. താങ്ക് യു. ഹായ് ബ്രോ. എങ്ങനെയാ? നല്ല കിക്കല്ലേ? കഞ്ചാവ് മാഫിയ തുരത്തിയ ക്യാമ്പസ് സ്റ്റാറിന് അഭിവാദ്യങ്ങൾ. 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 അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. ക്യാമ്പസ് സ്റ്റാറിന് അഭിവാദ്യങ്ങൾ. ക്യാമ്പസ് സ്റ്റാറിന് അഭിവാദ്യങ്ങൾ. അതൊക്കെ എക്സാമിനല്ലേ? നീ ആ നാൻസി മിസ്സിന്റെ അസൈൻമെന്റ് തീർത്തോ? ഞാൻ ചെയ്തു തീർത്തു. ഇല്ലെങ്കിൽ 8ന്റെ പണിയാ. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എന്റെ നന്ദിനി പശുവാണ്, അതിനെ ജീവിക്കാൻ അനുവദിക്കണം, ഉപദ്രവിക്കല്ലേന്ന്. ബൈ ഏതോ സുന്ദരി ആതിര. ഇത് വല്ല ഫേക്ക് പ്രൊഫൈൽ ആണെങ്കിലോ? പിന്നെ ഞാൻ ചാറ്റ് ചെയ്തേ ഫുൾ അഡ്രസ് അങ്ങ് വാങ്ങിച്ചു. എന്നാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഓക്കേ, സോ കട്ട് ടു കാലിക്കടവ്. നിനക്ക് ആരെ കാണാം? എന്ത് മനുഷ്യനത്? ആശങ്ങള് ഇനി പ്രദേശത്തെങ്ങാനും കണ്ടോ കൊന്നുകളഞ്ഞാൽ.
അതെ നിഖിലേ, ഇവിടം കൊണ്ട് വഴി തീരാണ്. നീ നടക്കണം. ആ പുഴ കടന്നാലാണ് കാലിക്കടവ്. ഭയങ്കര ദാഹം. പുഴയിന്ന് വെള്ളം കുടിക്കാല്ലടാ. ആ നീ കുടിക്കോ കുളിക്കോ എന്താ ചെയ്യും. വാ നടക്കാം. പോവാ. നോക്കി നടക്ക്. നോക്കിയില്ല നടക്കുന്നത്. എന്തൊരു ചൂടാ. വെയില്. പുഴ അന്വേഷിച്ചിട്ട് മരുഭൂമിയാണല്ലോ. ഈ പുഴയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലല്ലോ. വെള്ളമില്ലാതെ കാലിയായി പോയ കടവായതുകൊണ്ടായിരിക്കും ഈ ഗ്രാമത്തിന് കാലിക്കടവെന്ന് പേര് വന്നേ. ആ ചാൻസ് ഉണ്ട് കേട്ടോ, ചാൻസ് ഉണ്ട്. ഇത് ഭയങ്കര അഡ്വഞ്ചർ തന്നെയായി പോയല്ലോ. ഇതെന്ത് മലയാണിത്? മത്തിക്കെട്ടാ മലയാ. കാട്, കരിഞ്ഞ കാട്, അടിപൊളി ഏരിയ. ഇതെവിടേക്കാ നമ്മൾ പോകുന്നത്? കാലിക്കടവിലേക്ക്. ഒരു മനുഷ്യജീവിയെ പോലും കാണുന്നില്ലല്ലോ. ഉമ്മയോട് ചോദിക്കേ. എന്താ വലിയ ഐഡിയ ഉണ്ടാ? വെസ്റ്റ് ബംഗാൾ ഉൾക്കടൽ, ഓ സൗത്ത് ഇന്ത്യൻ അറേബ്യൻ സീ, നോർത്തില് ഇന്ത്യൻ ഓഷ്യൻ, പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഹിമാലയം. അതെവിടെയാ? നോർത്തിൽ. ഓ അതും നോർത്തിലാണോ? എന്തായാലും ഇതൊന്നും കൂടാതെ ഈ ഗ്രാമത്തിന് 5ാമതായിട്ട് വേറൊരു ദുഃഖം കൂടി ഉണ്ട്. We think about it. Come on, follow me. അതൊന്ന് നമുക്ക് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. വാ. ഹിമാലയത്തിൽ പോയിട്ട് വരട്ടെ. വേം വാ. വാ, നമുക്ക് അടുത്ത പ്രാവശ്യം ട്രിപ്പ്. അയ്യോ, ഇവര് നിങ്ങോട്ട് പോയി. ടിക്കറ്റ് പോലെടാ. ഉള്ളുണ്ട്, നോക്കിയാ. എത്തിയാ? നിങ്ങൾ എന്ത് പണി കാണിച്ചേ? എനിക്ക് പേടിയുടെ സൂളോ. അതെനിക്കറിയാം. ഇങ്ങനെയൊന്നും പോലെട്ടാ, പറച്ചുപോയി. ഏയ്, എന്തൊരു ശബ്ദം? ഇത് മനുഷ്യരുടെ സ്ഥലം തന്നെ. തിരിച്ചുകൂടാ. ഇതെന്തോടത് പെടക്കോഴിയാ? എന്റെ ശബ്ദം എന്തോ? തീരെ നിന്നോട് ശരിയല്ല. പാട്ട് പാടാനല്ല പറഞ്ഞ, കൂവാനാ പറഞ്ഞ. നീ കൂടാ. അയ്യടാ, ഇതിലും നന്നായിട്ടേ ഞാൻ കൂവാ. അവള് കറക്റ്റ് മീൻകാരൻ തന്നെ വന്നിട്ടാ. അയിലുണ്ട്, മത്തിണ്ട്, മാന്നുണ്ട്. നല്ല ഐറ്റാ. അല്ല ഏട്ടാ, മീൻ വാങ്ങിക്കാനല്ല, ഒരു വീട്ടിലേക്കുള്ള വഴി ചോദിക്കാനാ. അത് ശരി. നിങ്ങളെ തിരിഞ്ഞളി കണ്ടപ്പോ എനിക്ക് തോന്നി. പറയ്, എങ്ങടാ പോണ്ട്? ഈ കുട്ടി ഈ മീൻ എന്താ മരിച്ചാലും കണ്ണടക്കാതെ? അത് തിരുമി അടയ്ക്കാൻ ആളില്ലാത്തോണ്ട്. വിത്തിങ്ക പോടി. നീ നീ ആ ഫോട്ടോ കാണിക്കേ. ചേട്ടാ ഈ പെൺകുട്ടി അറിയോ? ആ, ഇത് നമ്മളെ ജാനടത്തിന്റെ മോളല്ലേ ആതിര. ഇവളെന്നെ ചങ്ങായിച്ചാ. വരും, ഞാൻ കാണിച്ചുതരാം. ചങ്ങായി അവളെ. സമാധാനായല്ലോ ചേട്ടാ. കുറെ ദൂരം ഉണ്ട് ഇവിടുന്ന്. ആ, കുറച്ചങ്ങോട്ട് പോണ്ട്. ഓ